ഡിയർ സ്റ്റുഡൻസ്, അരിത്തമെറ്റിക് പ്രൊഗ്രഷൻ എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ 9th ടേം ഫ്രം ദ എൻഡ്, അതായത് ടുവേർഡ്സ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ എ പി. ഈ എ പിയുടെ അതായത് ലാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള 9th ടേം ആണ് നമുക്ക് കാണുന്നത്. അപ്പോൾ 9th, അതായത് നമുക്കറിയാം nth ടേം ഓഫ് എൻ എ പി, എ എൻ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? എ എൻ ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണ്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു എ പി തന്ന് അതിൽ 9th ടേം ആ കാണേണ്ടതെങ്കിൽ എ 9 ഈക്വൽ ടു എ പ്ലസ് 9 മൈനസ് 1 ഇൻറ്റു ഡി എഴുതി കഴിഞ്ഞാൽ നമുക്ക് 9th ടേം എന്താണെന്നുള്ളത് കിട്ടും. ഇവിടെ നമ്മളെ ക്വസ്റ്റ്യൻ ലാസ്റ്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഉള്ള 9th ടേം ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? 185. ഡി എന്ന് പറയുന്നത് അതായത് കോമൺ ഡിഫറൻസ്, ഇതിന് രണ്ടിന്റെയും ഡിഫറൻസ് നോക്കുക. 9 മൈനസ് ഡി എന്ന് പറയുന്നത് എന്താണ്? A2 മൈനസ് A1 ആണ്. ഇവിടെ A2 മൈനസ് A1 എന്ന് പറഞ്ഞാൽ 9 മൈനസ് 5. 9 മൈനസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ് വരിക. 9 മൈനസ് 5 4 ആണെങ്കിൽ അതിന്റെ സൈന് മാറ്റിയിട്ട് വേണം നമ്മൾ ഇവിടെ എഴുതാൻ. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ളതാണ് വേണ്ടത്. അപ്പൊ അവിടെ +4 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ ഇവിടെ -4 ആയിരിക്കും അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് കോമൺ ഡിഫറൻസ് -4. ഇനി നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് നയൻത് ടേം ആണ് നമുക്ക് കാണേണ്ടത്. 185 പ്ലസ് ഇവിടെ n 9 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് -4 ആണ്. അപ്പോൾ 185 ഇവിടെ 9 മൈനസ് 1 8 ഇൻറ്റു 4 എന്ന് പറയുന്നത് -32 വരും. അപ്പോൾ 185 മൈനസ് 32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 153. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 153. 9th ടേം ഫ്രം ദ എൻഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഇവിടെ 153 ആണ്. അടുത്തത് ഇതിൽ ഹൗ മെനി ടേംസ് ഓഫ് ദ എ പി 18, 16, 14, അതായത് എ പി നമുക്ക് തന്നിട്ടുണ്ട്. ബി ടേക്കൺ സോ ദാറ്റ് ദർ സം ഈസ് 0. സം 0 കിട്ടണമെങ്കിൽ എത്ര ടേം എടുക്കണം? അതായത് നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് n ആണ്. എത്ര ടേം എടുത്താലാണ് അതിന്റെ സം കിട്ടും. അതായത് സം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ 0 വരുന്നത് എപ്പോഴാണെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിനുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത്, നമുക്ക് സം കാണാനുള്ള ഫോർമുല, ലാസ്റ്റ് ടേം തന്നിട്ടില്ലെങ്കിൽ എസ് എന്ന് പറയുന്നത് n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ് നമുക്ക് സം കാണാനുള്ള ഫോർമുല. അപ്പൊ ഈ എസ് എന്ന് പറയുന്നത് 0 ആവണമെങ്കിൽ എത്ര ടേംസ് എടുക്കണം? അതായത് n ആണ് നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എസ് എന്ന് പറയുന്നത് എന്താണ്? 0 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ n/2 ഇൻറ്റു 2 ഇൻറ്റു എ എന്ന് പറയുന്നത് എത്രയാണ്? a 18. ഡി എന്ന് പറയുന്നത് 16 മൈനസ് 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ആണ്. ഡി -2. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ എന്ന് പറയുന്നത് 18 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് -2 ഈക്വൽ ടു 0. Sn 0. അപ്പോ ഇവിടെ എന്ത് പറ്റി? നമുക്ക് അതായത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അതിന് മുമ്പ് n/2 ഇൻറ്റു ഇത് എത്ര വരും? 36 മൈനസ് 2n മൈനസ് 2 ഇൻറ്റു n മൈനസ് 2n മൈനസ് 2 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ +2 ഈക്വൽ ടു 0. ഈ 2 ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 0 ആയിപ്പോൾ എന്നും ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. 36n മൈനസ് 2n സ്ക്വയർ പ്ലസ് 2n ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് അവിടെ -2n സ്ക്വയർ പ്ലസ് 36n 2n എന്ന് പറയുന്നത് 38n ഈക്വൽ ടു 0. അപ്പൊ ഇതിൽ -2n കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വരും? ഇവിടെ -2n ആണ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ മൈനസ് സൈൻ വരും. -38 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 190 എന്ന് വരും. എന്നും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പൊ ഈക്വൽ ടു 0. -2n ഈക്വൽ ടു, അതായത് n മൈനസ് 19 ഈക്വൽ ടു 0. n ഈക്വൽ ടു 19. 19th ടേം, അതായത് 19 ടേംസ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ? എസ് എന്ന് പറയുന്നത് 0 എന്നുള്ളത് കിട്ടുള്ളൂ.
sum of first 7 terms of an AP is 49 and that of its first 17 terms is 289. Find the sum of first n terms of the AP. അപ്പോൾ നമുക്ക് സം ഓഫ് ഫസ്റ്റ് n ടേംസ് ആണ് കാണേണ്ടത്. അതായത് എസ് എൻ ഈക്വൽ ടു എൻ ബൈ 2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഇതിൽ നമുക്ക് എ എന്താണെന്ന് അറിയില്ല, ഡി എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിച്ചിട്ട് വേണം നമുക്കിത് കാണാൻ വേണ്ടി. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് തന്നിട്ടുള്ളത് ഇഫ് ദ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് എൻ എ പി, അതായത് S7 സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് എന്ന് പറഞ്ഞാൽ S7 ആണ് 49. അതുപോലെ സം ഓഫ് ഫസ്റ്റ് 17 ടേംസ് അപ്പൊ S17 ആണ് എത്ര 289. അപ്പൊ ഇതിൽ നിന്ന് വേണം നമുക്ക് എയും ഡിയും കണ്ടുപിടിക്കാൻ. S7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? അതായത് S7 ഈക്വൽ ടു 7/2 ഇൻറ്റു 2a പ്ലസ് 7 മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അപ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക. അപ്പോൾ 49 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 9 ഈക്വൽ ടു 2a പ്ലസ് 8d. സോറി 6d. 7 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 6d. അപ്പോൾ ഇതിൽ നമുക്ക് 49 7 ആയി. ഇനി വേണമെങ്കിൽ ഈ ഇക്വേഷൻ ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 7 ഈക്വൽ ടു ഇവിടെ a പ്ലസ് 3d എന്ന് കിട്ടും. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് ഇക്വേഷൻ S17 ആണ്. അതായത് S17 എത്രയാണ്? 289. 289 ഈക്വൽ ടു 17/2 ഇൻറ്റു 2a പ്ലസ് 17 മൈനസ് 1 ഇൻറ്റു ഡി എന്ന് വരും. അപ്പോൾ ഇത് നമുക്ക് 289 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 17 ഈക്വൽ ടു 2a പ്ലസ് 16d എന്ന് കിട്ടും. ഇവിടെ 17 ഇൻറ്റു 17 ആണെന്ത് 289. ഈ ഇക്വേഷനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 17 ഈക്വൽ ടു a പ്ലസ് 8d എന്ന് കിട്ടും. ഇനി ഈ ഇത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്തിട്ട് എയും ഡിയും കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ a പ്ലസ് 3d ഈക്വൽ ടു 7, a പ്ലസ് 8d ഈക്വൽ ടു 17. ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും മൈനസ് ചെയ്യാം. നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ചെയ്യാം. എ എലിമിനേറ്റ് ആവും. അപ്പോൾ മൈനസ് 5d ഈക്വൽ ടു മൈനസ് 10. അപ്പോൾ ഡി ഈക്വൽ ടു എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. ഡി 2 കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ പ്ലസ് 3 ഇൻറ്റു 2 ഈക്വൽ ടു 7. എ ഈക്വൽ ടു 7 മൈനസ് 6 ഈക്വൽ ടു 1. എ 1 ആണ്. ഡി എന്ന് പറയുന്നത് 2 ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടത് SN ആണ്. അപ്പോൾ SN കാണാൻ വേണ്ടി ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് SN ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ആണ്. അതിൽ എ എന്ന് പറയുന്നത് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി ഈക്വൽ ടു 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ SN ഈക്വൽ ടു n/2 ഇൻറ്റു 2 ഇൻറ്റു 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ SN ഈക്വൽ ടു n/2 ഇൻറ്റു 2 പ്ലസ് ഇതിനി എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2n മൈനസ് 2. അപ്പോൾ ഇവിടെ 2 ക്യാൻസലായി. n/2 ഇൻറ്റു 2n എന്ന് വരും. അപ്പോൾ 2 ക്യാൻസലായിട്ട് n സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ SN എന്ന് പറയുന്നത് n സ്ക്വയർ. If S5 plus S7 equal to 167 and S10 equal to 235, then find the AP where SN denotes the sum of its first n terms. അപ്പം നമുക്ക് AP ആണ് വേണ്ടത്. AP വേണമെങ്കിൽ നമുക്ക് എയും ഡിയും, അതായത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് AP എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്ന് പറഞ്ഞാൽ SN ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ S5 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5/2 ഇൻറ്റു 2a പ്ലസ് 5 മൈനസ് 1 ഇൻറ്റു ഡി പ്ലസ് S7 എന്ന് പറയുന്നത് 7/2 ഇൻറ്റു 2a പ്ലസ് 7 മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു 167. അതായത് S5 പ്ലസ് S7 പ്ലസ് S7 ഈക്വൽ ടു 167 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഷോർട്ട് ആക്കാൻ പറ്റുമോ നോക്കാം. അതായത് 5/2 ഇൻറ്റു 2a പ്ലസ് 4d പ്ലസ് 7/2 ഇൻറ്റു 2a പ്ലസ് 6d ഈക്വൽ ടു 167. ഇതിൽ നമുക്ക് 2 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ആ 2 ഈ 2 ക്യാൻസൽ ആവും. അപ്പോൾ എന്തായി? 5 ഇൻറ്റു a പ്ലസ്
2d എന്ന് വരും പ്ലസ് 7 ഇൻറ്റു എ പ്ലസ് 3d ഈക്വൽ ടു 167. അപ്പോൾ ഇവിടെ 5a പ്ലസ് 10d ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക പ്ലസ് 7a പ്ലസ് 21d ഈക്വൽ ടു 167. അപ്പോൾ 5a പ്ലസ് 7a എന്ന് പറയുന്നത് എന്താണ്? 12a പ്ലസ് 31d ഈക്വൽ ടു 167. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് ഇക്വേഷൻ S10 ഈക്വൽ ടു 235. അപ്പോൾ 10/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഈക്വൽ ടു 235. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും നമുക്ക്? 10, അതായത് ഇവിടെ 10 മൈനസ് 1, 2a 10/2 എന്ന് പറയുന്നത് എന്താണ്? 5. 2a പ്ലസ് 9d ഈക്വൽ ടു 235. പിന്നെ 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പം 2a പ്ലസ് 9d ഈക്വൽ ടു 235 ഡിവൈഡ് ബൈ 5. അപ്പോൾ എത്ര വരിക? 4, 20, 35 7. അപ്പോൾ 2a പ്ലസ് 9d ഈക്വൽ ടു 47 ആണ് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത്. 2a പ്ലസ് 9d ഈക്വൽ ടു 47. ഇത് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനും സോൾവ് ചെയ്തിട്ട് എയും ഡിയും കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് 12a പ്ലസ് 31d. ഫസ്റ്റ് ഇക്വേഷൻ 12a പ്ലസ് 31d ഈക്വൽ ടു 167. സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇത് 12 എലിമിനേഷൻ മെത്തേഡാണ് ചെയ്യുന്നതെങ്കിൽ 12 ആവാൻ വേണ്ടി എന്ത് ചെയ്യണം? സെക്കൻഡ് ഇക്വേഷൻ ഇൻറ്റു 6 ചെയ്യുക. അപ്പോൾ 12a പ്ലസ് 54d ഈക്വൽ ടു ഇതിന് 6 ഉണ്ട്. 47 ഇൻറ്റു 6 എന്ന് പറയുന്നത് 42, 4, 282. അപ്പോൾ 12a പ്ലസ് 54d ഈക്വൽ ടു 282 എന്ന് കിട്ടും. ഇനി ഇതിനെ രണ്ടിനെ നമുക്ക് സോൾവ് ചെയ്യാം. അതായത് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ്, അതായത് 54ന്ന് 31 മൈനസ് ചെയ്യുമ്പോൾ 23d. 23d ഈക്വൽ ടു അവിടെ 282 മൈനസ് 167, 5 7 ആവുമ്പോൾ 115 മൈനസ്. അപ്പോൾ d ഈക്വൽ ടു 115 ബൈ 23. അപ്പോൾ 23 ഇൻറ്റു 5 എന്ന് പറയുന്നത് 115 ആണ്. അപ്പോൾ d എന്ന് പറയുന്നത് നമുക്ക് 5 എന്ന് കിട്ടി. d 5 എന്ന് കിട്ടിയാൽ നമ്മുടെ ചെറിയ ഇക്വേഷൻ ഏതാ? 2a പ്ലസ് 9d ഈക്വൽ ടു 47 ആണ്. അപ്പോൾ അതിൽ ഡിയുടെ വാല്യൂ കൊടുക്കുക. 2a പ്ലസ് 9 ഇൻറ്റു 5 ഈക്വൽ ടു 47. 2a ഈക്വൽ ടു 47 മൈനസ് 45 ഈക്വൽ ടു 2. a ഈക്വൽ ടു 2/2 ഈക്വൽ ടു 1. a1ഉം d5ഉം ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ എ പി ആണ് വേണ്ടത്. എ പി എന്ന് പറഞ്ഞാൽ നമ്മൾ എ പി എങ്ങനെയാണ്? എ പ്ലസ് ഡി, എ പ്ലസ് 2d അങ്ങനെയാണ് എ പി പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഡി ആഡ് ചെയ്ത് പോവാ. എ പി ആദ്യത്തെ ടേം 1 ആണ്. അടുത്തത് 1 പ്ലസ് 5 6, 6 പ്ലസ് 5 11. ഇങ്ങനെ പോകും എ പി. അങ്ങനെ ഇത് എ പി കണ്ടുപിടിച്ച്. The 14th term of an AP is twice its 8th term. If its 6th term is minus 8, then find the sum of its first 20 terms. അതായത് നമുക്ക് S20 ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് കണ്ടുപിടിക്കണം. നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 14th term of an AP. 14th term of an AP is twice its 8th term. Twice its 8th termന്റെ twiceന് ഈക്വൽ ആണ്. അതുപോലെ വേറെ എന്താ തന്നിട്ടുള്ളത്? 6th term എന്ന് പറയുന്നത് -8 തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. ആ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് എയും ഡിയും കണ്ടുപിടിച്ചിട്ട് S20 കണ്ടുപിടിക്കുക. അപ്പോൾ A14 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? a പ്ലസ് 14 മൈനസ് 1 ഇൻറ്റു ഡി ഈക്വൽ ടു 2 ഇൻറ്റു a പ്ലസ് 8 മൈനസ് 1 ഇൻറ്റു ഡി. അതായത് a പ്ലസ് 13d ഈക്വൽ ടു 2 ഇൻറ്റു a പ്ലസ് 7d. അപ്പോൾ a പ്ലസ് 13d ഈക്വൽ ടു 2a പ്ലസ് 14d ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അപ്പോൾ a മൈനസ് 2a മൈനസ് a എന്ന് പറയുന്നത് a, 14d
മൈനസ് 13d എന്ന് പറഞ്ഞാൽ d ഈക്വൽ ടു 0. a പ്ലസ് d ഈക്വൽ ടു 0 എന്ന് കിട്ടി. അടുത്തത് സിക്സ്ത് ടേം എന്ന് പറയുമ്പോൾ a പ്ലസ് 6 മൈനസ് 1 5d a പ്ലസ് 5d ഈക്വൽ ടു മൈനസ് 8. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇത് രണ്ട് സോൾവ് ചെയ്യുക. മൈനസ് ചെയ്യുന്ന സമയത്ത് d മൈനസ്, അതായത് മൈനസ് 5d എന്ന് പറഞ്ഞാൽ മൈനസ് 4d ഈക്വൽ ടു 8. അപ്പൊ d ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടും. d മൈനസ് 2 ആണെങ്കിൽ a പ്ലസ് d ഈക്വൽ ടു 0 ആണ്. d മൈനസ് 2, അപ്പൊ a ഈക്വൽ ടു 2. a 2ഉം d മൈനസ് 2 ആണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് S20 ആണ് കാണുന്നത്. S20 ഈക്വൽ ടു 20/2 ഇൻറ്റു 2a പ്ലസ് 20 മൈനസ് 1 ഇൻറ്റു d എന്ന് പറയുന്നത് മൈനസ് 2. അപ്പോൾ ഇവിടെ 10 ഇൻറ്റു 4 മൈനസ് ഇവിടെ 19 ഇൻറ്റു 2 ആണ് വരുന്നത് 38 മൈനസ് 38 എന്ന് വരും. അപ്പോൾ ഇവിടെ മൈനസ് 34 എന്ന് വരും ഇൻറ്റു 10, അതായത് മൈനസ് 340. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് S20 എന്ന് പറയുന്നത് മൈനസ് 340 ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുവഴി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.